വിദേശികളുടെ റെസിഡൻസി സ്റ്റാറ്റസ് പുതുക്കൽ ഫീസ് വൻതോതിൽ വർദ്ധിപ്പിക്കാൻ ജപ്പാൻ പദ്ധതിയിടുന്നു. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് ഇത് തിരിച്ചടിയാകും. 2026 സാമ്പത്തിക വർഷം മുതൽ ജപ്പാൻ റെസിഡൻസി സ്റ്റാറ്റസ് പുതുക്കുന്നതിനുള്ള ഫീസ് 30,000 യെൻ പരിധിയിലേക്ക് ഉയർത്തും. ഇത് നിലവിലെ 6,000 യെന്നിൽ നിന്ന് 5 മടങ്ങ് മുതൽ 6 മടങ്ങ് വരെ വർധനവാണെന്ന് നിക്കി റിപ്പോർട്ട് ചെയ്യുന്നു. വർദ്ധിച്ചുവരുന്ന ഭരണപരമായ ചെലവുകൾ നിറവേറ്റുന്നതിനായി ഈ അധിക വരുമാനം ഉപയോഗിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2 വർഷത്തിനുള്ളിൽ ഇത് രണ്ടാമത്തെ വർധനവാണ്. ഏപ്രിലിൽ ഫീസ് പരിഷ്കരിച്ചിരുന്നു. ഇമിഗ്രേഷൻ സർവീസസ് ഏജൻസിയുടെ കണക്കനുസരിച്ച് ജൂലൈ അവസാനത്തോടെ ജപ്പാനിൽ 3.95 ദശലക്ഷം വിദേശ താമസക്കാരുണ്ടായിരുന്നു. 2022 മുതൽ ഏകദേശം 10% വാർഷിക വളർച്ച നേടിയിരുന്നു. അപേക്ഷകൾ പരിശോധിക്കാൻ ജീവനക്കാരെ നിയമിക്കുന്നതും താമസ ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിനുമുള്ള സംവിധാനങ്ങൾ നവീകരിക്കുന്നതിനും ചെലവുകൾ വർദ്ധിപ്പിച്ചതായി ഇമിഗ്രേഷൻ അധികൃതർ പറയുന്നു. അനധികൃത കുടിയേറ്റത്തെ ചെറുക്കുന്നതിനും മേൽനോട്ട പ്രക്രിയകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുമുള്ള ചെലവുകളും ഇത് കണക്കാക്കുന്നുണ്ട്. വിനോദസഞ്ചാരികളും ഹ്രസ്വകാല യാത്രക്കാരും ഉൾപ്പെടെ ജപ്പാനിലേക്ക് വരുന്ന സന്ദർശകർക്കുള്ള വിസ അപേക്ഷാ ഫീസ് ഉയർത്തുന്നതും സർക്കാർ പരിഗണിക്കുന്നുണ്ട്. ഈ വർധനവ് വിസ പ്രോസസ്സിംഗ് ചെലവുകളും പണപ്പെരുപ്പവും വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും. കൂടാതെ അമിത ടൂറിസം നിയന്ത്രിക്കാൻ ഇത് സഹായിച്ചേക്കാം.